ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് CGL 2024 പ്രിലിംസ് എക്സാമിന് ചോദിച്ച പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന CGL എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു ക്ലാസ്സിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ മുന്നത്തെ നമ്മളുടെ ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസിൻ്റെ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ മാത്സിൻ്റെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസുമാണ് ഈ ഒരു സീരീസിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും കണ്ട് തീർത്തു എന്ന് ഉറപ്പുവരുത്തുക. ഇത് ഓൺലൈൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഏത് തരത്തിലുള്ള എക്സാം ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള റെക്കോർഡർ ആയിക്കോട്ടെ, ലൈവ് ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകളും ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷനും എല്ലാം വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് ചെയ്ത് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ്റെ പ്രോബ്ലമാണ്. ഇലക്ഷൻ്റെ പ്രോബ്ലം തന്നെ 2-3 ക്ലാസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, നല്ല ലെവലിലുള്ള. ഇപ്പോൾ ഇലക്ഷൻ ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ അതിൻ്റെ ബേസിക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ഇലക്ഷനിൽ 2 candidates ഉണ്ട്. 5% ഓഫ് ദ വോട്ടേഴ്സ് ഡിഡ് നോട്ട് വോട്ട്. 5% ആൾക്കാർ വോട്ട് ചെയ്തില്ല. 10% ഓഫ് ദ വോട്ട്സ് കാസ്റ്റ് വെയർ ഡിക്ലെയർഡ് ഇൻവാലിഡ് വൈൽ ഓൾ ദ വാലിഡ് വോട്ട്സ് വെയർ കാസ്റ്റ് ഇൻ ഫേവർ ഓഫ് എയ്തർ ഓഫ് ദ 2 candidates. അതായത് 10% വോട്ട് ഇൻവാലിഡ് ആണെങ്കിൽ, വാലിഡ് വോട്ടല്ല, 2 പേര് ആയിട്ടാണ് പോയിട്ടുള്ളത്. കാൻഡിഡേറ്റ് ഹു ഗോട്ട് 59.375% ഓഫ് ദ വാലിഡ് വോട്ട്സ് വാലിഡ് വോട്ട് കാസ്റ്റ് വാസ് ഡിക്ലെയർഡ് ഇലക്ടഡ് ബൈ 2484. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെയാണ് നമ്മൾ മെജോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മെജോറിറ്റി. ഇപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കുക. ഇഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ എലിജിബിൾ ടു വോട്ട് ഇൻ ദാറ്റ് ഇലക്ഷൻ വാസ് 16,000, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് y? ഇപ്പോൾ ഈ 5% വോട്ടേഴ്സ് ഡിഡ് നോട്ട് വോട്ട്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആൾക്കാരാണ് വോട്ട് ചെയ്യാത്തത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ കീ ഇരിക്കുന്നത്, നന്നായിട്ട് കൺസെപ്റ്റ് പഠിച്ച ഒരാളാണെങ്കിൽ, പെർസെൻറ്റേജ് അറിയാവുന്ന ഒരാളാണെങ്കിൽ എന്ത് പറയാം? 59.375% ഓഫ് വാലിഡ് വോട്ട്. അപ്പോൾ വാലിഡ് വോട്ടിൻ്റെ 100%. അതിൽ 59.375% കിട്ടിയത് ജയിച്ച ആൾക്കാണ്. അപ്പോൾ ബാക്കി തോറ്റ ആൾക്ക്, ലൂസറിന് കിട്ടിയ വോട്ട് എത്ര ആയിരിക്കും? വാലിഡ് വോട്ടിൻ്റെ 59, 100-ൽ നിന്നും 59.375 കുറയ്ക്കുക. അപ്പോൾ അതിനുവേണ്ടി 0.375 കൂടെ 0.625 കൂട്ടിയാൽ 60ആയി. പിന്നെ 40 കൂടെ 40.625% ഓഫ് വാലിഡ് വോട്ട്. ബേസ് ആരാണ്? വാലിഡ് വോട്ടാണ്. 40.625% ഓഫ് വാലിഡ് വോട്ടാണ് തോറ്റ ആൾക്ക് കിട്ടിയത്. ഇവരുടെ ഡിഫറൻസ്, പെർസെൻറ്റേജിൽ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഡിഫറൻസ് എടുക്കാം. 5-5 പോയാൽ 0, 7-2 പോയാൽ 5, 3-6 പോകത്തില്ല, 13-6 പോയാൽ 7, 8-0 പോയാൽ 8, 8 9, 13, 8, 5-4 പോയാൽ 1, 18.75. 18.75% ഓഫ് വാലിഡ് വോട്ടാണ് നമുക്കിവിടെ ഡിഫറൻസ് വരുന്നത്. ഇതാണ് നമ്മുടെ മെജോറിറ്റി എന്ന് പറയുന്നത്. ഈ മെജോറിറ്റിയാണ് ക്വസ്റ്റ്യനിൽ ഒറിജിനൽ വാല്യൂ ആയിട്ട് തന്നിട്ടുള്ള 2484. അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 18.75% ഓഫ് വാലിഡ് വോട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇത്. അപ്പോൾ ഇനി ഈ 18.75 കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ? നമ്മൾ ആദ്യമേ പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ്. പെർസെൻറ്റേജിൻ്റെ ക്ലാസ് ഒക്കെ ഇത് ഇതെല്ലാം യൂട്യൂബിൽ ചെയ്തിട്ടുള്ളതാണ് ഞാൻ. 6.25 × 3 ആണ് 18.75. അപ്പോൾ 6.25 എന്ന് പറഞ്ഞാൽ 1/16 ആണ്. അതേ ഗുണം 3 ആണ് നമുക്ക് 18.75 എന്ന് പറയുന്നത്. അതായത് 18.75ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ ഇതാണ്, 3/16 ആണ്. അതായത് 16 ഉണ്ടെങ്കിൽ നമുക്ക് 3 ആണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. അതായത് 16ൻ്റെ 18.75% 3 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ വാലിഡ് വോട്ട് 16 എന്ന് പറഞ്ഞാൽ ബേസ് ആണ് വാലിഡ് വോട്ട്. ടോട്ടൽ വാലിഡ് വോട്ട് 16 ആണെങ്കിൽ അതിൽ 3 ആണ് എന്തെന്ന് പറയുന്നത്? മെജോറിറ്റി എന്ന് പറയുന്നത്. മെജോറിറ്റി എന്ന് പറയുന്നത് അങ്ങനെ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. 18.75% ഓഫ് വാലിഡ് വോട്ടിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 2484. എന്നാൽ 100% ഓഫ് വാലിഡ് വോട്ട് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ടോട്ടൽ വാലിഡ് വോട്ട് കിട്ടും. പക്ഷേ നമുക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള വഴിയാണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒറ്റ സ്റ്റെപ്പ് ചെയ്യുന്ന എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് 3ൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 2484 മെജോറിറ്റി. അപ്പോൾ 16ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വാലിഡ് വോട്ടിൻ്റെ എണ്ണം കിട്ടും. ഇനി വാലിഡ് വോട്ടാണോ നമുക്ക് വേണ്ടല്ല. നമുക്ക് ഇവിടെ 10% ഓഫ് വോട്ട്സ് കാസ്റ്റ് വെയർ ഡിക്ലെയർഡ് ഇൻവാലിഡ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇട്ട വോട്ടിൻ്റെ, പോൾഡ് വോട്ടിൻ്റെ 10% പോയിട്ട് ഇത് വാലിഡ് വോട്ടാണ്. ഇനി ടോട്ടൽ പോൾഡ് വോട്ടിൻ്റെ 90% ഈ വാലിഡ് വോട്ട് എന്ന് പറയുന്നത്. എന്നാൽ 100 കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ടോട്ടൽ പോൾഡ് വോട്ട് കിട്ടും, ഇട്ട വോട്ട് കിട്ടും. അപ്പോൾ ഇട്ട വോട്ട് ഇത്രയാണ്. ഇട്ട വോട്ട് എത്രയാണ് നമുക്ക് നോക്കാം.
ബൈ 9 വെച്ച് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 9 2 68 7 54 6 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 92 16 ചെയ്യുക 0 16 2 32 3 ശിഷ്ടം 16 147 3 147. അതായത് 14,720 പേരാണ് എന്ത് ചെയ്തത്? വോട്ട് ചെയ്തത്. എത്ര പേരിൽ? 16,000 പേരിൽ ഡിഫറൻസ്. വോട്ട് ചെയ്യാത്ത ആൾക്കാർ എത്ര ഉണ്ട്? നമുക്ക് വോട്ട് ചെയ്യാത്ത ഡിഡ് നോട്ട് വോട്ട് ആൾക്കാരാണ് വേണ്ടത്, അവരുടെ പെർസെൻറ്റേജ് ആണ് വേണ്ടത്. ഡിഫറൻസ് എന്ത് കിട്ടും? 720 കൂടെ 280 കൂടെ കൂട്ടിയാൽ 280 കൂട്ടിയാൽ 15,000 ആവും. പിന്നെ 1000 15,000 ആവും. 280 പിന്നെ 1000 12,280. ഓക്കെ, 1280 പേരാണ് വോട്ട് ചെയ്യാത്തത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ 1280 16,000 എത്ര പെർസെൻറ്റേജ് എന്നല്ലേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. 16 ഈ ഒരു 16,000 10% 1600 ആണ്. 1% 160 ആണ്. ഈ 160 16 128 കാണുമ്പോൾ ഡെയിലി കാൽക്കുലേഷൻ്റെ സീക്രട്ട് ഓഫ് സ്പീഡ് മാക്സ് എക്സസൈസ് ചെയ്യുന്നവർക്കാണെങ്കിൽ 16 × 8 ആണ് 128. അതായത് 160 × 8 ആണ് 1280. അതായത് ഈ ഒരു വാല്യൂവിൻ്റെ 8% എന്ത് ചെയ്യുന്നത്? ഈ ഒരു 1280 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ആൾക്കാരുടെ 8% അവിടെ വോട്ട് ചെയ്യാതെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഏറ്റവും ലെങ്തി ആയിട്ടുള്ള. അപ്പം ബാക്കിയുള്ളവരുടെ ഷോർട്ട് കട്ട് ആയിരിക്കും എൻ്റെ ബേസിക് മെത്തേഡ്. അപ്പോൾ ഇനി നോക്ക്, നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? നന്നായിട്ട് സ്പീഡ് ഉള്ള ഒരാൾ, അപ്പം അതിന് ഒരുപാട് കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിലേ പറ്റൂ. ഡെയിലി കാൽക്കുലേഷൻ ഒക്കെ എഴുതി നന്നായിട്ട് കൺസെപ്റ്റ് അറിഞ്ഞാലേ പറ്റത്തുള്ളൂ, ആ ലെവലിൽ പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം വേൾഡ് വോട്ടിന് 59.375 ജയിച്ച ആൾക്ക് കിട്ടി, മറ്റേ ആൾക്ക് ബാക്കി 40.625 കിട്ടി. ഡിഫറൻസ് 18.75, അത് 3/16 ആണ്. അതൊക്കെ മനസ്സിൽ വരണം, അതൊക്കെ ചെയ്യണം. ഇത് എഴുതാം 3/16 ആണ്. 3ന്റെ വാല്യൂ വന്നിട്ടുണ്ട് 2484. നമുക്ക് 16ന്റെ വാല്യൂ കിട്ടിയാൽ വേൾഡ് വോട്ടായി. ഇത് 90% ഓഫ് ടോട്ടൽ പോൾഡ് വോട്ടാണ്. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ പോൾഡ് വോട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് 14,720 കിട്ടും. ഡിഫറൻസ് എടുക്കുമ്പോൾ 128 വരും. ഇതിൻ്റെ 1%, ഇതിൻ്റെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ ഡിവൈഡ് ബൈ 16 3 0 × 100 ഒക്കെ ചെയ്താൽ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ 8 തന്നെ ആൻസർ കിട്ടത്തുള്ളൂ. ഇത് എത്ര ശതമാനം കിട്ടും? 8% ആൾക്കാർ എന്ത് ചെയ്തില്ല? വോട്ട് ചെയ്തില്ല. അപ്പോൾ Y% ഓഫ് ദ വോട്ടേഴ്സ് ഡിഡ് നോട്ട് വോട്ട് എന്ന് പറഞ്ഞാൽ വൈക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 8 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റിനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. പിന്നെ ആർക്കും ഇത് ഡൗട്ട് വരത്തില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പറഞ്ഞേ. A person earns 16,000 per month and spends 80% of his income and saves the remaining amount. If his income increases by 20% and expenditure by 10%, find the percentage of increase in his savings. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ദിശ അക്കാഡമിയിലെ അലിഗേഷൻ എന്ന് പറയുന്ന ക്ലാസ് കാണുക. അലിഗേഷൻ എന്ന് പറയുന്ന ക്ലാസ് വൃത്തിയായിട്ട് 3 ക്ലാസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ക്ലാസ് കണ്ടാൽ തന്നെ ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ആ ക്ലാസ് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. CGL വേണ്ടി ചെയ്തതാണ്. സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ 16,000 ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. 80% എന്ത് ചെയ്യുന്നു? സ്പെൻഡ് ചെയ്യുന്നു. 80% എന്ന് പറഞ്ഞാൽ 4/5 ആണ്. അറിയാം, 5 ഇൻകം ഉണ്ടെങ്കിൽ 4 എന്ത് ചെയ്യുന്നു? സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ എക്സ്പെൻഡിച്ചറിൻ്റെ സേവിങ്സിൻ്റെ റേഷ്യോ എഴുതണം. അപ്പോൾ ഈ മെത്തേഡ് കറക്റ്റായിട്ട് അലിഗേഷൻ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്ന് നോക്കാം. എക്സ്പെൻഡിച്ചർ 4 യൂണിറ്റ് ആണെങ്കിൽ അയാൾ സേവ് ചെയ്യുന്നത്, ടോട്ടൽ 5 യൂണിറ്റ് ഇൻകം ഉണ്ടെങ്കിൽ 4 അയാൾ സ്പെൻഡ് ചെയ്യുന്നു, ബാക്കി 1 സേവ് ചെയ്യുന്നത്. അപ്പോൾ 4 അയാളുടെ എക്സ്പെൻഡിച്ചർ എങ്കിൽ 1 അയാൾ സേവ് ചെയ്യുന്നു. ഇതാണ് എക്സ്പെൻഡിച്ചറിൻ്റെ സേവിങ്ങിൻ്റെ റേഷ്യോ. ഇനി ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ് ആണ്. ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ്പെൻഡിച്ചറിൻ്റെ സേവിങ്ങിൻ്റെ എഫക്റ്റ് ആണ് ഇൻകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇൻകം ഇൻക്രീസ് ബൈ 20 എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എഴുതും അലിഗേഷനിൽ മിഡിൽ എഴുതും. അപ്പോൾ 20% നമ്മൾ മിഡിൽ എഴുതി. ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്തു? 10% നമ്മൾ എക്സ്പെൻഡിച്ചറിൻ്റെ നേരെ എഴുതി. സേവിങ്സിലുള്ള ആ ഒരു പെർസെൻറ്റേജ് ചേഞ്ച് ആണ് വേണ്ടത്. പെർസെൻറ്റേജ് ചേഞ്ച് ചോദിക്കാൻ ഇതിലും ബെറ്റർ ആയിട്ടുള്ളൊരു മെത്തേഡ് ഇല്ല. അപ്പോൾ ഈ 1ന്റെ വാല്യൂ ആണ് ഇവിടെയുള്ള ഈ ഒരു ഗ്യാപ്പ്. എത്രയാണ്? 20ഉം 10ഉം നമ്മളുടെ ഗ്യാപ്പ് 10%. അപ്പോൾ 4ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1 10 ആണെങ്കിൽ 4 40% ആയിരിക്കും. അപ്പോൾ ഇവിടെ 10ൽ നിന്ന് 20ലോട്ട് കൂടുന്നതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തായിരിക്കും? കൂടുമായിരിക്കും. അതൊക്കെ അലിഗേഷന് പറയുന്നുണ്ട്. 2 എക്സ്ട്രീം വാല്യൂസിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മളുടെ ഈ ഒരു വാല്യൂ ഇരിക്കുന്നത്. ഇത് 10 ആണെങ്കിൽ ഇത് 20 ആണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ഇതിൻ്റെ 2ന്റെ ഇടയ്ക്കായിരിക്കും മിഡിലുള്ള വാല്യൂ കൊണ്ട് ഇതെന്ന് പറയും. മിഡിൽ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 40% കൂടി എത്ര വരും? 20ഉം 40ഉം 60%. ഈസി ആയിട്ട് ആൻസർ കൊടുക്കാം. വേറെ ഒരു 100 ഇട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. നന്നായിട്ട് പഠിക്കും. ഓക്കെ, വലിയ വലിയ കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻസ് പോലും ഇത് വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കേ, എ നമ്പർ ഫസ്റ്റ് ഇൻക്രീസ് ബൈ 12%, then increase by 23%. The numbers obtained is now decreased by 34%. വാട്ട് ഇസ് എ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ്? അപ്പോൾ ഇത് 100 ഇട്ട് ചെയ്യുന്നവർ അവിടെ ഒരുപാട് സമയം ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സക്സസീവ് ആയിട്ടുള്ള ഇൻക്രീസിൻ്റെ ആ ഒരു ഫോർമുല പഠിച്ച് അതുപോലെ തന്നെ ചെയ്യണം. സക്സസീവ് ഇൻക്രീസ് A + B + AB/100. അപ്പോൾ ആദ്യമേ 12ഉം 23ൻ്റെ സക്സസീവ് എടുക്കാം.
12 + 23 35 അധികം 12 × 23 100/100. അത് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാൽക്കുലേഷൻ ചെയ്യുക. കാൽക്കുലേഷനെ പ്രശ്നം കാരണം നിങ്ങൾക്ക് മാത്സ് പഠിക്കാതെ ഇരിക്കരുത്. 12 × 3 36, 12 × 36 ചെയ്യുക. ശിഷ്ടം 3, 12 2 24 3 27. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ഇതെല്ലാം ലേറ്റസ്റ്റ് സമ്മിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ /100 2.76, അതായത് 37.76% രണ്ടിൻ്റെ കൂടി ഇൻക്രീസ് കാരണമുള്ള ചേഞ്ച്. പിന്നെ എന്ത് ചെയ്തു, 37% കുറച്ചു. അപ്പോൾ 37.76 ഇതിനകത്ത് എന്ത് ചെയ്യണം, ഇതിലും 37%-ത്തിലും A+B+AB/100 ഇടണം. ഇത് കുറയ്ക്കുന്നതുകൊണ്ട് ഇവിടെ മൈനസ് കൊടുക്കണം. അപ്പോൾ 37.76 - 37 എന്ന് പറയുമ്പോൾ 3.76 മൈനസ് ഇതിൻ്റെ ആണ് 37.76 × 34/100. അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഓക്കെ 3.76 നിന്നും നമുക്ക് ഇത്രയും കുറയ്ക്കണം. അപ്പം ഞാൻ ഇതിനെ ഏകദേശം, കാര്യം നമുക്ക് ഓപ്ഷനകത്ത് എന്തായാലും മൈനസ് ഡിക്രീസ് ആണ്. ഇത് ഈ വാല്യൂ വലുതാണ് 37.76 × 37/100. എന്തായാലും നെഗറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഇൻക്രീസ് അല്ല. ഇത് രണ്ട് ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്ത് കിട്ടും, നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 10% ഡിക്രീസ് വരണമെങ്കിൽ 10% ഡിക്രീസ് വരണമെങ്കിൽ ഇത് എന്ത് വരണം, 13 സംതിങ് വരണം. 13.76 13 സംതിങ് വരണം. അപ്പോൾ ഇതിന്റെ വാല്യൂ എത്ര വരും ഒന്ന് ആലോചിച്ച് നോക്ക്. 37 × 37. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ 38 എടുക്കാം. 38 × 34 3.76 മൈനസ് 38 × 34 എങ്ങനെ ചെയ്യാം? ഇതൊക്കെ കാൽക്കുലേഷൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 38 എനിക്ക് 36 + 2 എന്ന് എഴുതാം. ഇനി 36 - 2 എന്ന് എഴുതാം. A + B × A - B, A² - B² ആണ്. മനസ്സിലാവുന്നവർ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ. 38 എന്ന് പറഞ്ഞാൽ 36 + 2 ആണ്. 34 36 - 2 ആണ്. A + B × A - B, A² - B² ആണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് 38 ഞാൻ അസ്യൂം ചെയ്യുകയാണ് ഇത് 38 ആണ്. 36 - 2 4 എന്ന് എഴുതാം. 36 1296 ആണ്. അതേ മൈനസ് ആകുന്നതുകൊണ്ട് 1292. അപ്പോൾ 1292 പിന്നെന്തുണ്ട്, 2 പോയിന്റ് ഉണ്ട്. 1292 യെസ് 37 1292 കിട്ടും. പോയിന്റ് ഇല്ലല്ലോ, പിന്നെ 2 പോയിന്റ്, അതായത് 3.76 മൈനസ് 12.9. അപ്പോൾ 12.92 വരും. ഇത് ഇല്ല, 38 എടുത്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും വാല്യൂ വന്നത്. ഇതിന്ന് ജസ്റ്റ് കുറവായിരിക്കും, 12.76 ആ ഒരു റേഞ്ചിലൊക്കെ പോകത്തുള്ളൂ. അപ്പം ഇങ്ങനെ വന്നാലും 12.76 ഒരുപാട് ചേഞ്ച് വരത്തില്ല. അപ്പോൾ 12 സംതിങ്, അത് 3.76 മൈനസ് 12.76 ഏകദേശം എന്തേ വരത്തുള്ളൂ, 9ന്റെ അടുത്തേ വരത്തുള്ളൂ. അങ്ങനെ പറയാം. -9 എന്ന് പറഞ്ഞാൽ 9% ഡിക്രീസ്. അതൊരു വഴി. അല്ലെങ്കിൽ നമുക്ക് 3.76 കാൽക്കുലേഷൻ വരെ ചെയ്ത് കാണിക്കുവാണ്. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. 37 × 6 മൾട്ടിപ്ലൈ ചെയ്യുക, 37 × 6 ചെയ്യുക. കാൽക്കുലേഷൻ സ്പീഡ് ഡെയിലി ചെയ്യുന്നവർക്ക് ചെയ്യാം. അല്ലാത്തൊരു ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാനേ വരത്തുള്ളൂ. നിങ്ങളെ ഷിഫ്റ്റിന് ഈ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും, കാൽക്കുലേഷൻ ചെയ്യാൻ അറിയില്ല, കാൽക്കുലേഷൻ ചെയ്യില്ല എന്ന് പറയുമോ? ഇല്ല, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. 37 ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യണം. 180 27 204 4 ഇഷ്ടം 20 34 7 210 ഇഷ്ടം 7 എത്ര ഇഷ്ടം 20 ആണ്. ഓക്കെ, അത് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. 37, പക്ഷേ അത് ഒരു അപ്രോക്സിമേഷൻ ചെയ്താൽ ഇതുപോലെ ചെയ്യാൻ പറ്റും. 37 × 7 210 28 238 238 20 258 ശിഷ്ടം 25. 37 7 238 238 25 263 3 ഇഷ്ടം 6. 34 3 എത്രയാണ്, 92 102 126 128 128. പിന്നെ എന്തോ 2 പോയിന്റ് 12.83 വരും. അതായത് 3.76 മൈനസ് 12.83 12.83 എഴുതുന്നത് 12.76 എഴുതുന്നത് ഏകദേശം സെയിം ആണ്. ഏകദേശം -9 കിട്ടും. അതായത് 9% എന്ത് ഡിക്രീസ്. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് എക്സാമിന് വന്ന ഡേറ്റും നിങ്ങൾക്ക് കാണാം, 9/9/2024 തേർഡ് ഷിഫ്റ്റിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ പെർസെൻറ്റേജ് എല്ലാം പഠിച്ചെന്ന് പറഞ്ഞാലും കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, കാൽക്കുലേഷൻ സ്പീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്നുകിൽ ചെയ്യില്ല, അല്ലെങ്കിൽ തെറ്റിക്കും, അല്ലെങ്കിൽ ടൈം ഒരുപാട് എടുക്കും. അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ഓർഡറിൽ തന്നെ ബേസ് മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ഷൻ ക്വസ്റ്റ്യൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറയാൻ പറ്റുമോ നോക്കേ. In an election between Sunitha and Mamata, 85% of voters cast their votes, but 2% votes were invalid. If Sunitha got 3 votes, which is 78% of the valid votes,
then the total number of voters enrolled in that election. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ 64,974 എന്ന് പറയുന്നത് വാലിഡ് വോട്ടിന്റെ 78%. 100% കണ്ടുപിടിച്ച് എന്ത് കിട്ടി? നമുക്ക് വാലിഡ് വോട്ടായിട്ടുള്ള കിട്ടി. വാലിഡ് വോട്ട് കിട്ടി. ഓക്കെ, ഇലക്ഷൻ കാണാത്തവർ ഇലക്ഷന്റെ ക്ലാസ് കണ്ടേ പറ്റൂ, ഇലക്ഷൻ പഠിച്ചേ പറ്റൂ. വാലിഡ് വോട്ട് കിട്ടി. ഇതിനകത്ത് ഇവർ പറയുന്നത് 2% വോട്ടാണ് ഇതെന്ന് പറയുന്നത് ഇൻവാലിഡ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഈ വാലിഡ് വോട്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പോൾ ചെയ്ത വോട്ടിന്റെ 100% ആണെങ്കിൽ 98%. പോൾ ചെയ്ത വോട്ടിന്റെ 98%. എന്നാൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? പോൾ ചെയ്ത വോട്ട് കിട്ടും. ഇത് വോട്ട്സ് പോൾഡ് ആണ്. ഇത് വോട്ട്സ് ഇത്രയും വരെ വരുമ്പോൾ വോട്ട്സ് എന്തായി? വോട്ട്സ് പോൾഡ് ആണ്. അപ്പോൾ നമുക്ക് പറയുന്നത് ടോട്ടൽ വോട്ടേഴ്സ് ഉള്ള എത്ര വോട്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ 85% വോട്ടേഴ്സേ എന്ത് ചെയ്തോളൂ? വോട്ട് ചെയ്തോളൂ. 85% വോട്ടേഴ്സേ എന്ത് ചെയ്തോളൂ? വോട്ട് ചെയ്തോളൂ. അതിന്റെ അർത്ഥം എന്താണ്? ഈ പോൾഡ് വോട്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ 85% എന്നാൽ 100% വേണം. അപ്പൊ ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ ചെയ്യേണ്ട പരിപാടി. അപ്പൊ ഇതിനകത്ത് ഞാൻ എന്തായാലും ഫുൾ കാൽക്കുലേഷൻ ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് ഡിജിറ്റൽ സം നോക്കാം. ഇപ്പൊ ഡിനോമിനേറ്ററിൽ ഡിജിറ്റൽ സം എന്ത് വരും? 8, 7, 15. ഇതാ ഇവിടെ 3 വന്നു. 3 ഡിനോമിനേറ്റർ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? ആ 3 എങ്ങ് കളയണം. 3 കളഞ്ഞാലേ നമുക്ക് ബാക്കി ഡിനോമിനേറ്ററിൽ ഡിജിറ്റൽ സം ഒന്നാക്കാൻ പറ്റൂ. ഡിജിറ്റൽ സമ്മിന്റെ ക്ലാസ് ഡിജിറ്റൽ സം ദിശ അക്കാദമി സെർച്ച് ചെയ്താൽ CHSL ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അതും ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ എഫേർട്ട് മാത്രമാണ്. സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് അത് ചെയ്യുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഫുൾ സപ്പോർട്ടുമായിട്ട് ക്ലാസ്സുകളും എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങളത് കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ 8, 7, 15 ഇതാ എന്ത് ചെയ്തു? 3 കളയുമ്പോൾ ഇവിടെ 26 വന്നു. 3 കളയുമ്പോൾ ഇവിടെ 3 വെച്ച് കിട്ടുമ്പോൾ 2, 1, 6, 5, 8. ഓക്കെ, ഇനി ഡിജിറ്റൽ സം അപ്ലൈ ചെയ്യാം. 8 ഇവിടെ 8 ആണ്. 8, 8, 64. 1 വന്നു. 8, 5, 13. 13, 4. ഇപ്പൊ ഡിനോമിനേറ്ററിൽ 4 വന്നു. അപ്പൊ മേളിലും താഴെ 7 കൊണ്ട് ഗുണിക്കണം. ഡിജിറ്റൽ സം ഒന്നാക്കാൻ വേണ്ടി താഴത്തെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 9 നോക്കണ്ട. 8, 5, 13, 4, 7, 4, 28. 28ന്റെ 1 ആണ്. ഓക്കെ, ഇപ്പൊ ഡിജിറ്റൽ സം എന്ത് വരും? നമുക്ക് 1 വരും. ഡിജിറ്റൽ സം 1 വരുന്ന ഓപ്ഷൻ ചെയ്തുണ്ട്. 78 ഇതല്ല, 11, 12, 3 ഇതല്ല, ഇത് 9 ഇതല്ല. ഓപ്ഷൻ ബി മാത്രമേ എന്തുള്ളൂ? ഡിജിറ്റൽ സം 1 വരുന്നേ ഉള്ളൂ. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കാൽക്കുലേഷൻ ചെയ്തു, നമ്മൾ കൺസെപ്റ്റ് ഉപയോഗിച്ചു. എത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാം എന്നുള്ള കാര്യം നോക്കുക. ഇതൊക്കെ പ്രീവിയസ് നിങ്ങൾക്ക് വന്ന സെയിം ആ ഒരു 2024 കഴിഞ്ഞ വർഷം വന്ന എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 25 ഇതിലും കൂടത്തേ ഉള്ളൂ, നല്ല ക്വസ്റ്റ്യൻസ് വരത്തേ ഉള്ളൂ. അതുകൊണ്ട് പഠിക്കാം നന്നായിട്ട്. Then addition between two candidates P and Q. P got 78% of the total valid votes. If the total votes of the electorate, total votes ഇത്രയാണ്, വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം ഇത്രയാണെങ്കിൽ, then what was the number of valid votes that Q got if 10% of the voters did not cast their vote and 15% of vote polled were declared invalid? അതായത് 75, 60, 30 ഇത്രയും വോട്ട് ടോട്ടൽ വോട്ടേഴ്സ് ലിസ്റ്റിലെ ആൾക്കാരുണ്ടെങ്കിൽ അതിന്റെ 10%. then what was the number of valid votes that Q got? 10% എന്തില്ല വോട്ട് ചെയ്തില്ല. ഇതിന്റെ 90% പേരെ വോട്ട് ചെയ്തോളൂ. 10% വോട്ട് ചെയ്തില്ല. എത്ര ആൾക്കാരിൽ ഇത്രയും പേരെ വോട്ട് ചെയ്തോളൂ. ഇതാണ് പോൾഡ് വോട്ട് എന്ന് പറയുന്നത്. ഇട്ട വോട്ടിനെയാണ് പോൾഡ് വോട്ട്. ഇതിനകത്ത് 15% എന്താണ്? ഇൻവാലിഡ് ആണ്. അപ്പൊ ഇതിന്റെ ബാക്കി 85% എന്തുള്ളൂ? പോൾഡ് വോട്ടിന്റെ 85%. പോൾഡ് വോട്ടിന്റെ 100% ആണെങ്കിൽ അതിന്റെ 15% ബേസ് ശ്രദ്ധിച്ചോണം. അതിന്റെ 15% എന്ത് ചെയ്തില്ല? വോട്ട് ചെയ്തില്ല. അതായത് ബാക്കി അതിന്റെ 85% വോട്ട് ചെയ്തോളൂ. ഇതാണ് വാലിഡ് വോട്ട്. ഇതിന്റെ 78% ആണ് ആർക്ക് കിട്ടിയത്? ഇതിന്റെ 78% ആണ് പി കിട്ടിയത്. അപ്പൊ ക്യൂവിന് ബാക്കി കിട്ടിയത് എന്തായിരിക്കും? ഇതിന്റെ ബാക്കി 78ന്റെ കൂടെ ടോട്ടൽ 100% ആണ്. 78ന്റെ കൂടെ 22% ആയിരിക്കും നമുക്ക് ആർക്ക് കിട്ടിയത്? നമ്മളുടെ ക്യൂവിന് കിട്ടിയത്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാര്യം മനസ്സിലാവും? 22 ആൻസർ എന്തുണ്ട്? 11ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ 85, 17 ഉണ്ട്. ആൻസർ 17ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ 9 ഉണ്ട്. താഴെ വെട്ടാൻ ആരുമില്ല. ഇതെന്താണ്? 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ആൻസർ 9ന്റെയും 17ന്റെയും 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ നോക്കാം, നമുക്ക് ആദ്യം 9 നോക്കാം. 5, 6, 9, 7, 2, 9. ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് നോക്ക്, സെയിം നമ്പേഴ്സ് അല്ലേ ഇരിക്കുന്നത്. 5, 5, 6, 9, 9. ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് നോക്ക് 3, ഇത് 9 നോക്കി പോയി. 3, 3, 6, 10, 18. ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. 5, 12, 15, 16, 18. 9ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ അത് നടന്നില്ല. ഇനി നമുക്ക് 11ന്റെ മൾട്ടിപ്പിൾ നോക്കാം. 11ന്റെ മൾട്ടിപ്പിൾ വരുമ്പോൾ അല്ലെങ്കിൽ യൂണിറ്റി നോക്കിയാൽ പോരെ. ചുമ്മാ എന്തിനാ എത്ര നോക്കുന്നത്? ദാ 2, 0, 2, 0. ഈ 4 0 അങ്ങ് പോയി. ഈ ഒരു 10നകത്ത് ഒരു 2നെ ഇവിടെ കൊടുക്കുന്നു. ഇത് 17 വന്നു. ഒരു 2 ഇവിടെ കൊടുക്കുന്നു. 11. യൂണിറ്റ് നോക്കാം. 7, 7, 9, 63, 3, 6, 18. 8 ഒരു യൂണിറ്റ് അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻസ്. അപ്പോൾ നമ്മൾ ആദ്യമേ പണി പാളിന്ന് കണ്ടു കഴിഞ്ഞാൽ 9 നോക്കിയപ്പോൾ എല്ലാം ഈക്വൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് അടുത്ത പരിപാടി നോക്കണം? യൂണിറ്റ് നോക്കുക. ബാക്കി എല്ലാത്തിനും 2 ആണ്. ഒരെണ്ണം മാത്രം വ്യത്യാസമാണ്. അല്ലെങ്കിൽ ഇനി 17ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം. ഒരിക്കലും ഇത് ഫുള്ള് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റില്ല, ചെയ്യത്തുമില്ല. എൻ്റെ ആവശ്യമില്ല. 11ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്ത് ഏതെങ്കിലും ആയിരിക്കും. പിന്നെ 17ന്റെ കൂടെ നോക്കി അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കാൽക്കുലേഷൻ
നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് ബേസിക് ലെവൽ മുതൽ ഹൈ ലെവൽ വരെ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നു, അങ്ങനെ പഠിക്കുന്നു. അടുത്ത ഓക്കെ, മൃദുല സ്റ്റാർട്ട്സ് ഹർ ജോബ് വിത്ത് എ സെർട്ടൻ മന്ത്ലി സാലറി ആൻഡ് ഏൺസ് എ ഫിക്സ്ഡ് ഇൻക്രിമെന്റ് എവറി ഇയർ. ഇഫ് ഹർ സാലറി വാസ് ഇത്രയും ആഫ്റ്റർ 6 years ഓഫ് സർവീസ് ആൻഡ് ഇത്രയും ആഫ്റ്റർ 15 years, ഫൈൻഡ് ദ ആനുവൽ ഇൻക്രിമെന്റ്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റിനകത്ത് ഒരിക്കലും കോമ്പൗണ്ടേഴ്സിന്റെ ഗ്രേസ് അല്ല. അതായത് ഒരു വർഷം കിട്ടുന്ന, ഒരു വർഷം ഇപ്പോൾ 6 വർഷം കഴിഞ്ഞ് 28,400 രൂപ ഉണ്ടായിരുന്നു, 7 വർഷം കഴിഞ്ഞ് സംതിങ് കൂടി, എന്നിട്ട് ഇതിനകത്തല്ല വീണ്ടും ചെയ്യുന്നത്. എല്ലാ വർഷവും ഇതിന്റെ ഇത്ര പെർസെൻറ്റേജ് അല്ല, പെർസെൻറ്റേജ് അല്ല ഇവിടെ. ഇവിടെ ഓരോ വർഷവും എന്താണ്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഫിക്സഡ് എമൗണ്ട് ആണ് ആ ഒരു ആൾക്ക് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ആവുന്നത്. ഒരിക്കലും ഇതിന്റെ ഇത്ര പെർസെൻറ്റേജ് വെച്ച് കൂടുകയല്ല. നോർമലി സാലറിയിൽ ഹൈക്ക് ഉണ്ടാവുന്ന പോലെ അല്ല. അപ്പൊ ഇവിടെ 6 വർഷം കഴിഞ്ഞ് ഇത്ര രൂപ ഉണ്ടായിരുന്നു, 15 വർഷം കഴിഞ്ഞ് ഇത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ 6 to 15 വരെ എത്ര വർഷമുണ്ട്, 15 - 6 9 വർഷമുണ്ട്. അപ്പോൾ 9 years കൊണ്ട് അവർക്ക് കൂടിയ പൈസ എത്ര ആയിരുന്നു, എത്ര രൂപയായിരുന്നു, ഇതിന്റെ ഡിഫറൻസ് ആണ്. ഡിഫറൻസ് എടുക്കാം, ഡയറക്റ്റ് എടുക്കുക, വലുതിന് ചെറുത് കുറയ്ക്കുക. 7 - 0 പോയി 7, 9 - 0 പോയി 9, 9 - 4 പോയി 5, 2 - 8 പോകത്തില്ല, 12 - 8 പോയി 4, 4 - 2 പോയി 2. 9 വർഷം കൊണ്ട് ഇത്രയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ഇയർലി ഇൻക്രിമെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഒരു വർഷം കൊണ്ട് എത്രയാണ്. പിന്നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9 കൊണ്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. യൂണിറ്റ് എന്തായാലും 9നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ 7 വരും. 9നെ 4 കൊണ്ട് ഗുണിച്ചാൽ പറ്റത്തില്ല, 9നെ 3 കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ എന്ത് വരത്തുള്ളൂ, നമുക്ക് 7 വരത്തുള്ളൂ. അപ്പോൾ ഓപ്ഷൻ സി എ വന്നിട്ടേ കാര്യമുള്ളൂ. കാര്യം ഇവിടെ ആൻസർ യൂണിറ്റ് 3 ആയാൽ മാത്രമേ 9 × 3 27, 7 ഇവിടെ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം, 2 വരും, 18 ബാക്കി 65 7, 2 7 തുടങ്ങുന്ന ആൻസർ ഏതുണ്ട്, ഓപ്ഷൻ സി. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴൊക്കെ ഇതേ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ വേഗത്തിൽ ചെയ്യാൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ സാലറി ഓഫ് എ വർക്കർ ഈസ് ഫസ്റ്റ് ഇൻക്രീസ് ബൈ 25%, then it is decreased by 12%, percentage change in salary. സക്സസീവ്. 25 കൂടി 12 കുറഞ്ഞു, 25 - 12 13, മൈനസ് 25 × 12/100. അപ്പോൾ ഇതും 4, 25/4, 25 കൊണ്ട് 4 100, 12/4 3, 13 - 3 10 വരും. 10 പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം, 10% ഇൻക്രീസ് ആയിരിക്കും ആ ഒരു വർക്കറിന് ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വുമൺ, ആ വുമൺ എന്താ ചെയ്യുന്നത്, സ്പെൻസ് 2/3 ഓഫ് ഹെയർ ഇൻകം. അപ്പോൾ 2/3 സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ടോട്ടൽ 3 ഇൻകം ഉണ്ടെങ്കിൽ 2 എന്ത് ചെയ്യുന്നു, സ്പെൻഡ് ചെയ്യുന്നു, 1 സേവ് ചെയ്യുന്നു. ഇൻകം 12% കൂടുന്നു, എക്സ്പെൻഡിച്ചർ 26% കൂടുന്നു, സേവിങ്സിന്റെ പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം എക്സ്പെൻഡിച്ചറിന്റെ സേവിങ്ങിന്റെ റേഷ്യോ, നേരത്തെ ചെയ്ത അലിഗേഷന്റെ സെയിം ക്വസ്റ്റ്യൻ. എക്സ്പെൻഡിച്ചറിന്റെ സേവിങ്ങിന്റെ റേഷ്യോ, എക്സ്പെൻഡിച്ചർ 2 ആണെങ്കിൽ സേവിങ്സ് 1 ആണ്. ഇൻകം ഓവറോൾ ആണ് 18% കൂടുന്നു, എക്സ്പെൻഡിച്ചർ 26% കൂടുന്നു. അങ്ങനെയാണെങ്കിൽ സേവിങ്സിന്റെ ഈ ഒരു വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പറഞ്ഞൂടെ, 1ന്റെ വാല്യൂ ആണ് ഈ ഒരു ഗ്യാപ്പ് 6%, 2 എന്ന് പറഞ്ഞാൽ 12%. അപ്പോൾ നമുക്കറിയാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറയുവാണ്, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറയും. 18 - 12 എന്ത് കിട്ടും, നമുക്ക് 6 എന്ന് കിട്ടും. അതായത് 6% എന്ത് ചെയ്യും, നമ്മുടെ സേവിങ്സ് ഇൻക്രീസ് ചെയ്യും. പോസിറ്റീവ് ആയതുകൊണ്ട് ഇൻക്രീസ് ആണ്. അടുത്ത, ദ പ്രൊപ്പോർഷൻ ഓഫ് സുരേഷ് സ്പെൻഡിങ് ടു സേവിങ്. ഇപ്പോൾ സ്പെൻഡിങ് ടു സേവിങ്സ് 3:1 ആണ്. ഈ സാലറി ഇൻക്രീസ് ബൈ 25%. വാട്ട് പെർസെൻറ്റേജ് ഓഫ് എക്സ്പെൻഡിച്ചർ വിൽ ഇൻക്രീസ് ഇഫ് സേവിങ്സ് ഗ്രോസ് ബൈ 10. സേവിങ്സിന് ഇവിടെ 10 കൊടുത്തു. അപ്പോൾ ഈ 3ന്റെ വാല്യൂ ആണ് ഈ ഗ്യാപ്പ്. 15 എന്ന് പറയുന്നത് 3 15 ആണെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 5 ആയിരിക്കും. 10 - 25 കൂടുവാണ്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും, 5 കൂടും, 25 5 കൂടി 30%. ഓപ്ഷൻ ഡി വളരെ ഈസി ആയിട്ട് ചെയ്യാം. അലിഗേഷന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അലിഗേഷൻ വെച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ 2024 എല്ലാം 2024 12 സെപ്റ്റംബർ 2024. ഇപ്പോൾ 2024 CGയിൽ ചോദിച്ച കുറച്ച് പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തു, ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടതാണ്. കാൽക്കുലേഷൻ ഡെയിലി ചെയ്യുന്നതിൻ്റെയും കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കുന്നതിൻ്റെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെയും ആവശ്യകത മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മുന്നത്തെ ക്ലാസ്സുകളെല്ലാം കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ചാനൽ മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.